നേരത്തെ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പാകെ പൊട്ടിക്ക എത്താച്ചാലേ കുടുംബത്തും വരില്ല, നാട്ടിലും വരില്ല, ഒരു പട്ടി വരാം. അപ്പൊ ഞാനിത് പറഞ്ഞെന്ന് വെച്ചാലേ നമ്മളെ മലയത്തെ മരം ഉണ്ടല്ലോ, അതിനൊരു സാമ്യമുണ്ട്. എനിക്ക് ഉറക്കം തോന്നില്ല, പറയണേ കേൾക്ക്. എന്റെ പ്രശ്നങ്ങളെ ഞാൻ ഈ പറയണതേ. അപ്പൊ സാമ്യം ഇന്ന് എന്തായാലും പോകണം. കാരണം വെച്ചാല് എന്റെ അവസ്ഥ എനിക്കറിയല്ലോ, പെട്ടെന്ന് പറഞ്ഞ ആകെ പെട്ടിരിക്കുക. വിശ്വാസം എത്ര കാരണേ പറ്റിപ്പോയി. നമുക്ക് ഇപ്പം പോയി നോക്കുക. കാരണം എല്ലാ അമ്പലവും കയറി. ഇപ്പൊ സാമിക്ക് സാമി ഒന്ന് പോയി നോക്കുക. അയ്യോ മാറ്റി ഇനിയിപ്പോ മാറ്റം നമ്മടെ പോവാ. ഇനിയിപ്പൊ എന്തും മാറ്റിട്ടാ പിന്നെ അന്റെ മാതിരിയല്ലേ നേരെ പറഞ്ഞിട്ട് പറ്റിച്ചാ മറ്റാരും വരുന്നൊന്നുമില്ലല്ലോ. ആരെങ്കിലൊക്കെ വേറെ വെക്കും. ആരോ രണ്ടാള് വരുന്നുണ്ട് കേട്ടോ. തിരിഞ്ഞിട്ടാ അല്ലെങ്കിൽ ഈ സ്വാമിമാരൊക്കെ വിശ്വാസം ഉണ്ട്. ഈ സ്വാമി എന്ന് പറഞ്ഞല്ലേ ചുട്ട കാടനെ പറത്തിന് ടീമാ. ചുട്ട കാടേ പോയില്ലടാ. ഹായ് വരിക വരിക വരിക. ഇരിക്കുക ഇരിക്കുക. ഇരിക്കണില്ല സ്വാമി, ഞങ്ങൾ നിക്കുക. ഇരിക്കുക ഇരുന്നോളാം സ്വാമി. ഇരിക്കുക. ആ ഇരിക്കുക ഇരിക്കുക. മുഖ്യാജി ഇത് കണ്ടോ? ആ റബ്ബറും കായ്, തെച്ചിപ്പൂ, പലക, തോർത്തിലൊക്കെ വെച്ചിട്ട് അപ്ഡേറ്റ് ആയ സമയം ആണോ? ആ കാട്ടിങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. കാര്യം പറയാം. എന്നെ മനസ്സ് വിചാരിച്ച് ഞാൻ കണ്ടിരിക്കണു. നമ്മൾ ദൃഷ്ടിയിലൊക്കെ പതിഞ്ഞിരിക്കണു. എടാ കേട്ടോ, സ്വാമിജി പറഞ്ഞൊക്കെ കേട്ടേ. എന്താ പ്രശ്നം അത് പറയാ. സ്വാമി, നാട്ടിലും വീട്ടിലൊന്നും ഒരു വിലയില്ല, പറയാൻ പറ്റുന്ന ഒരു പണിയില്ല. കടാണ് ഈ കടത്തിൽ മുങ്ങി നിൽക്കുക. ഇതിൽ ഒന്ന് കര കയറാൻ സ്വാമി എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം. നാം നോക്കട്ടെ. ഇവന്മാര് നമ്മളെക്കാളും മണ്ടനാണല്ലോ. പൈസ കുറച്ച് വാങ്ങേണ്ടി വരും. അങ്ങോട്ട് വെക്കുക. ബില്ലും നല്ലത്. ആ ദക്ഷിണ വെക്കുക ആദ്യം. സ്വാമി 50 പോരെ? 50. അതെ, ആ 50 കൂടെ 3000 കെട്ടിയിട്ട് തന്നാ മതി. ഇതിലേ ശുക്രന് മൂലം നമ്മൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. പ്രതിവിധി നമുക്ക് നാളെ ആക്കാം. നാളെ ഇങ്ങോട്ട് വന്നു. അതെ, നാളെ വരുമ്പോ തെക്കിനെ കറുത്തോട്ടെ. ഓക്കെ സാർ. ധാരാളം പൈസ നല്ല സമയമാണ്. ഞാൻ നല്ല ഒരു കോള് ഉണ്ട്, അതിലൊന്ന് നോക്കട്ടെ. ഹലോ പറടാ. ഞാൻ ഓനോട് 10 സംസാരിച്ചു. ഞാൻ പറഞ്ഞ വിശ്വാസം ഉണ്ടാവും. സംസാരിച്ചു അത് 6 മാസം പിന്നെ. ഹലോ പറടാ. ആണോ? ഞാനങ്ങനെ നല്ല കേട്ടേ. ഞാൻ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ പോയ കേട്ടോ. മറ്റേ പണിക്കുറ്റി എന്ത് പറയുമ്പോ ഇവരെ പോലെ ഓരോരോ മണ്ടന്മാര്. എടാ കള്ളസ്വാമി, ഞാൻ